മീൻകാരനെ ഓടിച്ചിട്ട് പിടിച്ചാണ് നോക്കിയപ്പോൾ കൊട്ടയിൽ ഇതാക്കണത് വത്തലാണ് കേട്ടോ. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഒഴിവാക്കിയതേന്ന്. പക്ഷെ മീൻകാരൻ്റെ പിരാക്കി എത്തിക്കണം തോന്നണേ. മൂപ്പര് മമ്പാട് പോയി വന്നപ്പോൾ നമുക്ക് വത്തലും കൊണ്ടാണ് വന്നത്. വരാല്ലത് വൈകിത്തങ്ങൂലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് നന്നാക്കിയാണ്ട് ഒന്നും പീര വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. എളുപ്പത്തിൽ പീര വെക്കണേ ഞാൻ പറഞ്ഞുതരാം. മൺചട്ടിയിലാണ് വെക്കണത്. എന്നാൽ പിന്നെ തുടങ്ങിയാലോ. നല്ല പോലെ തേങ്ങ ചിരകിത്തിന്, അതും നല്ല ഉഷാറൻ തേങ്ങ തന്നെയാണ് കേട്ടോ. പിന്നെ ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ പച്ചമുളക് ഇതൊക്കെ പാടം കിട്ടിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി ഉപ്പ് ഇട്ടുകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല ഉഷാറായിട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ ഇത്തിരി പുളിവെള്ളം കൂടി ചേർക്കണം കേട്ടോ. ഇനി ഇതാക്കണം. തീയൊക്കെ കത്തിച്ച് വേഗം അടുപ്പത്ത് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ഉഷാറായിട്ട് വെന്ത് കിട്ടും കേട്ടോ. വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കണ്ട. പുളി ഇല്ലാത്തവർക്ക്, വളംപുളി ഇല്ലാത്തവർക്ക് കൊടുമ്പുളി ചേർത്താൽ മതി. വെന്ത് കഴിഞ്ഞാൽ ചൂടോടുക്കെ തന്നെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കറിവേപ്പിൻ്റെ എല്ലാം പിന്നെ ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോൾ നല്ല വത്തൽ പീര റെഡി ആവും കേട്ടോ. അപ്പം മുള്ള ഏതാ, മീൻ്റെ ഇറച്ചി ഏതാ, തേങ്ങ ഏതാന്ന് പറയാൻ പറ്റൂല. നല്ല ടേസ്റ്റ് കഴിക്കാരം.